ഇതൊന്നും ആരും ആരോടും ചെയ്യരുത്. ചതിയുടെ പര്യായമായി മാറുന്ന അമേരിക്കയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അത്രയും ഉക്രൈൻ്റെ ചോര കുടിച്ച് വറ്റിച്ചത് റഷ്യയല്ല. ഇത്രനാളും സുഹൃത്തായി കൂടെ നടന്ന് ഉക്രൈന് പണി കൊടുത്തത് അമേരിക്ക എന്ന രാഷ്ട്രമാണ്. നിങ്ങൾ തന്നെ പറയൂ, അമേരിക്ക ചതിയനല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമൻറ്റ് ചെയ്യണേ. എങ്ങനെയാണ് ഉക്രൈനെ അമേരിക്ക ചതിച്ചത് എന്നുകൂടി പറയാം. അമേരിക്ക എന്ന ചതിയനെ ലോകം ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ആ ചതിയന്റെ വലയത്തിൽപ്പെട്ട് ഉഴറുന്നത് ഇപ്പോൾ ഉക്രൈനാണെന്ന് മാത്രം. 3 വർഷമായി നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ഇത്രയും വളർത്തിയെടുത്തതും ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതുമൊക്കെ തന്നെ അമേരിക്ക എന്ന രാഷ്ട്രമാണ്. എന്നിട്ടോ എല്ലാ പഴിയും ഉക്രൈൻ്റെ തലയിലിട്ട് നൈസായി ഊരാനാണ് അമേരിക്കയുടെ പദ്ധതി. നോക്കണേ എന്താണ് അവർ ചെയ്യുന്നത് എന്ന്. ഇങ്ങനെ ഒരു അവസ്ഥ ഒരു രാജ്യത്തിനും സംഭവിക്കരുതേ എന്ന് മാത്രമേ പറയാനുള്ളൂ. ആയുധ കച്ചവടത്തിനും റഷ്യക്ക് പണിയാനും വേണ്ടി മാത്രം അമേരിക്ക ഉണ്ടാക്കിയെടുത്ത റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കാനുള്ള തിരക്കിലാണവർ. ഉക്രൈനിലെ ധാതുക്കൾ സ്വന്തമാക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക നടക്കുന്നത് പോലും. അതിനുവേണ്ടി ഉക്രൈൻ്റെ മണ്ണ് റഷ്യക്ക് വിട്ടു നൽകാനാണ് ട്രംപിന്റെ തീരുമാനം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അമേരിക്ക എന്ന ചതിയനെ കുറിച്ച്. വർഷങ്ങളായി റഷ്യയോട് പുലർത്തിയ വൈരാഗ്യം മാറ്റിവെച്ച് ട്രംപ് ഇപ്പോൾ റഷ്യയോട് സൗഹൃദം കാണിക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്താണ് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് ഇറാൻ എന്ന ശത്രുവിനെ ഒതുക്കാനുള്ള മാർഗമാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് എന്താണ് വാർത്ത എന്ന് പരിശോധിക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ വീണ്ടും വാഗ്വാദം നടന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മേഖലയിൽ 3 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ ചർച്ചയിൽ വിലയിരുത്തുന്നതിനിടെയാണ് ഇരുവരും തമ്മിൽ വീണ്ടും വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്നത്. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ഇത്തവണ ട്രംപ് സെലൻസ്കി സംഘർഷം ക്രിമിയയെ ചൊല്ലിയായിരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ പ്രദേശം റഷ്യൻ പ്രദേശമായി കണക്കാക്കണമെന്ന് US പ്രസിഡന്റ് എടുത്തു പറയുകയായിരുന്നു അത്രേ. എന്നാൽ സെലൻസ്കി ആകട്ടെ ട്രംപിന്റെ ഈ നിലപാടിനോട് യോജിക്കാൻ വിസമ്മതവും പ്രകടിപ്പിച്ചു. ഉക്രൈൻ അതിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഇത്തരമൊരു സംവാദം ലോകം മുഴുവൻ കണ്ടത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. വൈറ്റ് ഹൗസിൽ നിന്നും അപമാനിതനായി ഇറങ്ങി വന്ന സെലൻസ്കിക്ക് ലോകം ഒരു ഹീറോയുടെ പരിവേഷം നൽകിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അമേരിക്കയുടെ പരിപാടികളൊന്നും നടക്കില്ലെന്ന് പറയാൻ തക്ക ധൈര്യം കാണിച്ച അതേ സെലൻസ്കി കുറച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ വഴിക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എത്രത്തോളം സമ്മർദ്ദമാണ് അമേരിക്ക ഇവിടെ സെലൻസ്കിക്ക് നൽകിയത് എന്നത് ഓർക്കണം. കഴിഞ്ഞ ദിവസമായിരുന്നു ഉക്രൈനുമായി ഒരു ചർച്ചയ്ക്ക് റഷ്യ സന്നദ്ധത അറിയിച്ചത്. അമേരിക്കയെ അത്ര വിശ്വാസമില്ലാത്ത പുടിന്റെ ഭാഗത്തു നിന്നും വന്ന ഈ പച്ചക്കൊടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. എന്തായാലും ഈ അവസരം മുതലാക്കി യുദ്ധം അവസാനിപ്പിക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. ലണ്ടനിൽ നടന്ന പുതിയ ചർച്ചകൾക്കായി യോഗം ചേർന്നപ്പോൾ US മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ മോസ്കോയുടെ നിലപാടിനോട് 2 പ്രധാന കാര്യങ്ങൾ യോജിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആദ്യത്തേത് കീവ് ക്രിമിയയെ റഷ്യൻ പ്രദേശമായി ഔദ്യോഗികമായി അംഗീകരിച്ചതും രണ്ടാമത്തേത് ഉക്രൈൻ ഒരിക്കലും നാറ്റോ അംഗമാകാൻ കഴിയില്ല എന്നതുമാണ്. നമുക്കറിയാവുന്നതാണ്, ഇത് രണ്ടും റഷ്യയുടെ ആവശ്യങ്ങളാണ്. എന്നാൽ ഈ 2 കാര്യങ്ങളും ഉക്രൈൻ നിരസിക്കുകയാണ് ചെയ്തത്. ഇത് ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിപ്പിച്ചു. കീവിന്റെ പിടിവാശിയെ ചൊല്ലി ചർച്ചകളിൽ നിന്ന് US പിന്മാറുമെന്ന് ഇതിനകം തന്നെ ട്രംപ് ഭീഷണി മുഴക്കിയതാണ്. ട്രംപ് അടുത്ത കാലത്തായി ചെയ്യുന്നതൊക്കെ ഭീഷണികളാണെന്ന് നമുക്കറിയാമല്ലോ. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഉക്രൈൻ തയ്യാറാവണമെന്നാണ് USന്റെ നിലപാട്. ഇതോടെ മധ്യസ്ഥ ചർച്ചകൾ വഴിമുട്ടുമോ എന്ന ആശങ്കയും പ്രകടമായി. ക്രിമിയ ഇപ്പോൾ റഷ്യയുടെ ഭാഗമാകുന്നതിനെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായത്തോട് യോജിക്കാത്തതിന് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയെ ശകാരിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രിമിയ വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു. അതിപ്പോൾ ഒരു ചർച്ചാ വിഷയമല്ല എന്നതായിരുന്നു ട്രംപ് സ്വീകരിച്ച നിലപാട്. അതായത് ഉക്രൈന്റെ എല്ലാവിധ സാഹചര്യങ്ങളെയും തള്ളിക്കൊണ്ട് റഷ്യയ്ക്കൊപ്പം നിലപാട് ഉറപ്പിക്കുക എന്നതാണ് ട്രംപ് ഇവിടെ ചെയ്തത്. എന്നാൽ ഈ നിർദ്ദേശം ശക്തമായി നിരസിച്ച ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. റഷ്യ ക്രിമിയ പിടിച്ചടക്കുന്നതിനെ ഉക്രൈൻ അംഗീകരിക്കില്ല. ഇവിടെ സംസാരിക്കാൻ ഒന്നുമില്ല. ഇത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നായിരുന്നു സെലൻസ്കി ട്രംപിന്റെ ആവശ്യത്തിന് നൽകിയ മറുപടി. അമേരിക്ക ഉക്രൈനിലെ കൊലപാതകങ്ങൾ തടയാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞത്. സമാധാനത്തിനായുള്ള കരാറിന് തൊട്ടടുത്താണ് നമ്മളെന്നും ട്രംപ് പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ട്രംപ് ആവട്ടെ അതിന് സെലൻസ്കിയുടെ പിടിവാശിയാണ് കുറ്റപ്പെടുത്തുന്നത്. പ്രസിഡന്റ് ബരാക് ഹുസൈൻ ഒബാമയുടെ ആഭിമുഖ്യത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ക്രിമിയ നഷ്ടപ്പെട്ടു എന്നതിനാൽ റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾക്ക് സെലൻസ്കിയുടെ ഈ പ്രസ്താവന വളരെ ദോഷകരമാണ്. മാത്രവുമല്ല ഇതൊരു ചർച്ചാ വിഷയവുമല്ല എന്നാണ് വാൾസ്ട്രീറ്റ് ജേണലിലെ ഉക്രൈൻ പ്രസിഡന്റിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്
ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത്. ട്രംപിന്റെ പോസ്റ്റ് പുറത്തു വന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഉക്രൈൻ തലസ്ഥാന നഗരമായ കീവിലും രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർക്കിവിലും റഷ്യൻ മിസൈലുകൾ പതിച്ചതായി ഉക്രൈനിയൻ അധികൃതർ അറിയിച്ചു. ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് ഒരാൾ കൊല്ലപ്പെടുകയും 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. 2014 റഷ്യ പിടിച്ചെടുത്ത തെക്കൻ ഉപദ്വീപായ ക്രിമിയയെ ഉപേക്ഷിക്കില്ലെന്ന് ഉക്രൈൻ വളരെ കാലമായി നിലപാട് വ്യക്തമാക്കിയ രാജ്യമാണ്. ഈസ്റ്റർ വാരാന്ത്യത്തിൽ പുതിൻ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ആക്രമണങ്ങളിൽ കുറവുണ്ടായിട്ടില്ല എന്നാണ് ഉക്രൈൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഉക്രൈന്റെ ഈ നിലപാട് ഏത് രീതിയിലായിരിക്കും സമാധാന ചർച്ചകളെ ബാധിക്കുക എന്ന കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിലുള്ള സമീപകാല സംഭവ വികാസങ്ങൾ റഷ്യയുമായുള്ള യുദ്ധത്തിൽ US ഉക്രൈൻ ഒറ്റിക്കൊടുത്തുവെന്ന വ്യാപകമായ ധാരണകൾക്ക് കാരണമായിട്ടുണ്ട്. ട്രംപിന്റെ നിർദ്ദിഷ്ട സമാധാന പദ്ധതി റഷ്യയെ വളരെയധികം അനുകൂലിക്കുന്നുവെന്നും ഉക്രൈന്റെ പരമാധികാരത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നും പാശ്ചാത്യ സഖ്യങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അമേരിക്ക എന്ന ചതിയനെ ലോകം തിരിച്ചറിഞ്ഞു എന്ന കാര്യം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ ഈ യുദ്ധത്തിൽ അമേരിക്ക ഒരു നിർണായകമായിട്ടുള്ള സ്ഥാനം വഹിച്ചിട്ടുണ്ട്. പ്രധാനമായും ഉക്രൈന്റെ ഏറ്റവും ശക്തമായ അന്താരാഷ്ട്ര പിന്തുണക്കാരൻ എന്ന നിലയിൽ സ്ഥാനമുറപ്പിച്ചത് അമേരിക്കയാണ്. 2022 റഷ്യയുടെ അധിനിവേശത്തിനു ശേഷം അമേരിക്ക ഉക്രൈന് കോടിക്കണക്കിന് സൈനിക, സാമ്പത്തിക, മാനുഷിക സഹായങ്ങളാണ് നൽകിയത്. അതായത് റഷ്യയോട് പോരാടാനുള്ള വീര്യം നൽകിയത് അമേരിക്കയാണെന്ന് സാരം. നൂതന ആയുധങ്ങൾ, ഇന്റലിജൻസ്, നയതന്ത്ര പിന്തുണ എന്നിവയും അമേരിക്ക നൽകിയവയിൽ പെടുന്നു. ഉപരോധങ്ങളിലൂടെയും നാറ്റോ, ഐക്യരാഷ്ട്രസഭ എന്നിവയിലൂടെയും പിന്തുണ ശേഖരിക്കുന്നതിലൂടെയും റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ആഗോള ശ്രമങ്ങൾക്കും US നേതൃത്വം നൽകി. എന്നിരുന്നാലും ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല ഭരണത്തിന് കീഴിൽ US നയം മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അധിനിവേശ പ്രദേശങ്ങളിലെ റഷ്യൻ നിയന്ത്രണം അംഗീകരിക്കുക, സമാധാന ചർച്ചകളിൽ നിന്ന് ഉക്രൈനെ ഒഴിവാക്കുക, ഉപരോധങ്ങൾ പിൻവലിക്കുക എന്നീ നിർദ്ദേശങ്ങൾ ആഗോളതലത്തിൽ ആശങ്കയ്ക്ക് കാരണമായി കഴിഞ്ഞു. ഈ നിലപാട് ഉക്രൈന്റെ പരമാധികാരത്തെ ദുർബലപ്പെടുത്തുകയും USന്റെ വിശ്വാസ്യതയ്ക്ക് കേടുകൾ വരുത്തുകയും നാറ്റോ ഐക്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് വിമർശകരും പറയുന്നു. ആക്രമണത്തിനെതിരായ ഉക്രൈന്റെ പ്രതിരോധത്തിനുള്ള മുൻ ഉഭയകക്ഷി പിന്തുണയിൽ നിന്നുള്ള വ്യക്തമായ വ്യതിയാനമായിട്ടാണ് നിരവധി ഉക്രൈൻകാരും US സഖ്യകക്ഷികളും ഈ മാറ്റത്തെ കാണുന്നത്. അമേരിക്കയുടെ പങ്ക് യുദ്ധത്തിന്റെ പാതയെയും അതുപോലെ ആഗോള ഭൂരാഷ്ട്രീയത്തെയും രൂപപ്പെടുത്തുന്നത് തുടരുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ വിവാദങ്ങളായിട്ടുള്ള വശങ്ങൾ എന്നാണ് ഇനി പറയുന്നത്. ആദ്യത്തത് റഷ്യയ്ക്ക് അമേരിക്ക നൽകുന്ന ഇളവുകളാണ്. ക്രിമിയയെ റഷ്യൻ പ്രദേശമായി അംഗീകരിക്കുക, റഷ്യൻ സൈന്യത്തെ അധിനിവേശ ഉക്രൈൻ പ്രദേശങ്ങളിൽ തുടരാൻ അനുവദിക്കുക, റഷ്യക്കെതിരായ US ഉപരോധങ്ങൾ പിൻവലിക്കുക, ഉക്രൈന് നാറ്റോ അംഗത്വം നിഷേധിക്കുക എന്നിവ ട്രംപിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്നവയാണ്. പകരമായി ഉക്രൈന് പരിമിതമായ സുരക്ഷാ ഗ്യാരണ്ടികളും ചില സൗകര്യങ്ങൾക്കുമേലുള്ള നിയന്ത്രണവും ലഭിക്കും. എന്നാൽ റഷ്യയ്ക്ക് നൽകിയ ഇളവുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവ അപര്യാപ്തമാണെന്ന് കണക്കാക്കപ്പെടുന്നതാണ്. രണ്ടാമത്തത് ചർച്ചകളിൽ നിന്ന് ഉക്രൈനെ ഒഴിവാക്കുന്ന അമേരിക്കൻ രീതിയാണ്. സമാധാന ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിൽ ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ രോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനെതിരെ പ്രതിഷേധിച്ച് പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കി സൗദി അറേബ്യയിലേക്കുള്ള യാത്ര പോലും റദ്ദാക്കിയിരുന്നു. USന്റെ ഇത്തരം നടപടികൾ പിന്നിൽ നിന്ന് കുത്തലാണെന്നും ജനാധിപത്യ തത്വങ്ങളോടുള്ള വഞ്ചന ആണെന്നും ഉക്രൈൻ മാധ്യമങ്ങളും ഉദ്യോഗസ്ഥരും കുറ്റപ്പെടുത്തുന്നുണ്ട്. മൂന്നാമത്തത് സഖ്യകക്ഷികളുമായിട്ടുള്ള ബന്ധം വഷളായി എന്നതാണ്. നാറ്റോ ഐക്യത്തെ ദുർബലപ്പെടുത്തുമെന്നും റഷ്യൻ ആക്രമണത്തിന് ധൈര്യം പകരുമെന്നും ഭയന്ന് യൂറോപ്യൻ നേതാക്കൾ US സമീപനത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. പോളിഷ് വിദേശകാര്യമന്ത്രി റാഡക് സിക്കോർസ്കി റഷ്യയ്ക്കുള്ള ഇളവുകളെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. യൂറോപ്യൻ സുരക്ഷയ്ക്കുള്ള ഭീഷണിയെ അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തു. 4. USന്റെ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തുന്ന ഒരു രീതിയാണ്. US നയത്തിലെ പെട്ടെന്നുള്ള മാറ്റം വിശ്വസനീയമായ ഒരു സഖ്യകക്ഷി എന്ന നിലയിലുള്ള അതിന്റെ വിശ്വാസ്യതയെ തകർക്കുന്നുവെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. റഷ്യയുടെ അധിനിവേശത്തെ അപലപിച്ച UN പ്രമേയത്തിനെതിരായ US വോട്ടെടുപ്പ് അതിനെ പരമ്പരാഗത പങ്കാളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. 5. ആഭ്യന്തര അന്തർദേശീയ വിമർശനങ്ങളാണ്. സെന്റർ റിച്ചാർഡ് ബ്ലൂമെന്റലിനെ പോലുള്ള വ്യക്തികൾ ഭരണകൂടത്തിന്റെ നിലപാടിനെ ഉക്രൈന്റെ കീഴടങ്ങലും വഞ്ചനയുമെന്ന് മുദ്രകുത്തി. ഈ സമീപനം അപകടകരമായ ഒരു മാതൃക സൃഷ്ടിച്ചേക്കാമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ആക്രമണത്തിന് പ്രതിഫലം ലഭിക്കുമെന്ന് സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് സൂചന നൽകുന്നതാണിതെന്നാണ് അവരുടെ വാദം. ഉക്രൈൻ റഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് ട്രംപ് ഭരണകൂടത്തിന്റെ സമീപകാല നടപടികൾ കാര്യമായ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നത് ഞാൻ ഇനി എടുത്തു പറയേണ്ടതില്ലല്ലോ.
റഷ്യ അനുകൂലിക്കുന്നതായും പ്രധാന ചർച്ചകളിൽ നിന്ന് ഉക്രൈനെ ഒഴിവാക്കുന്നതായും പലരും കരുതുന്ന ഒരു സമാധാന പദ്ധതി നിർദ്ദേശിക്കുന്നതിലൂടെ US അതിന്റെ ആഗോള നിലയെ ദുർബലപ്പെടുത്തുകയും സഖ്യങ്ങളെ ദുർബലപ്പെടുത്തുകയും പരമാധികാരത്തിന്റെയും ജനാധിപത്യ പിന്തുണയുടെയും തത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുകയുമാണ് ചെയ്യുന്നത് എന്നത് സത്യമല്ലേ? അമേരിക്ക എന്ന ചതിയൻ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്ക ഇന്ന് ഭരിക്കുന്നത് ലോകത്തിൽ തന്നെ മികച്ച ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് ബിസിനസ് മാത്രമാണ് പ്രധാനം. അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.